AICCയുടെ നിരീക്ഷണം അനുസരിച്ച് ഈ എക്സിറ്റ് പോളുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇഞ്ചോടിഞ്ച് പ്രതീതിയിലേക്ക് അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നിരിക്കുന്നതെങ്കിൽ UDF അധികാരത്തിലെത്തില്ല. കാരണം അത്രയ്ക്ക് വലിയൊരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന സൂചന നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഈ ആദ്യഘട്ടത്തിൽ എല്ലാം പ്രതിഫലിച്ചുകൊണ്ടിരുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക്, അതായത് ഇവിടെ ഒരു സൈലന്റ് വേവ് ഉണ്ടായിട്ടുണ്ട്. ആ സൈലന്റ് വേവ് UDFന് അനുകൂലമായി അത് ഒരു പിണറായി വിരുദ്ധതയായി പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് AICC നേതൃത്വം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു വന്നിരുന്ന 81 സീറ്റിനും 85 സീറ്റിനും ഇടയിൽ ലഭിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തുമെന്ന് പറയുന്ന കണക്ക് ഒരുപക്ഷെ 100നും മുകളിലേക്ക് പോയേക്കാമെന്ന അവസാനഘട്ട വിലയിരുത്തലുകളിൽ അത്തരമൊരു കണക്കുകളിലേക്കാണ് UDF ക്യാമ്പ് എത്തുന്നത്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എടുത്തു പറയുന്നത്. അതിൽ ഒന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറത്തേക്ക് ഒരു പിണറായി വിരുദ്ധത ഉണ്ടായി എന്ന ഒരു പൊതു വിലയിരുത്തൽ കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പാളയത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെ പാർട്ടിയിൽ ഒരു റിഫർമേഷൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. രണ്ടാമത്തെ കാരണം, ഈ 5 ഇന്ദിര ഗ്യാരണ്ടി പ്രോഗ്രാമുകൾ രാഹുൽ ഗാന്ധി തലസ്ഥാനത്തെത്തി പ്രഖ്യാപിച്ചിരുന്നു. അത് സ്ത്രീകൾക്കിടയിലടക്കം, അതായത് KSRTC ബസ്സിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അടക്കമുള്ള വലിയ തരത്തിലുള്ള ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ, അതിന് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് ഈ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്ന 90ന് മുകളിലേക്ക് തന്നെ UDFന്റെ ജയം എത്തുമെന്ന അവസാന പ്രതീക്ഷകളിലേക്ക് UDF ക്യാമ്പ് എത്തുന്നത്. അതോടൊപ്പം ഈ ഒരു ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഏകീകരണം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ഒരു റിവേഴ്സ് സ്വീപ്പ് ഉണ്ടായിരിക്കുന്നു UDFന് അനുകൂലമായി. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വന്ന FCRA നിയമ ഭേദഗതി അടക്കം വലിയ തരത്തിൽ ക്രൈസ്തവ സഭകൾക്കിടയിൽ ആശങ്കയായി മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BJPയോട് ഒരു അനുഭാവം പുലർത്തിയിരുന്ന ക്രൈസ്തവ സഭകളിലെ ഒരു വിഭാഗം പരസ്യമായി ആ നിലപാട് മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആശങ്കയാണ്. അതടക്കം UDFന് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. അങ്ങനെ ഈ അസംഘടിത വിഭാഗങ്ങളെ, ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ട അസംഘടിത വിഭാഗങ്ങളെ ഉൾപ്പെടെ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF ക്യാമ്പിനോട് ചേർത്ത് നിർത്താൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും UDFനുണ്ട്. അങ്ങനെ എറണാകുളം വരെയുള്ള ജില്ലകളിലെ വോട്ട് എണ്ണി തീരുമ്പോൾ തന്നെ ഒരു നിശ്ചിതമായ മാർജിനിലേക്ക് എത്താൻ കഴിയും. അതിനപ്പുറത്തേക്കുള്ളതൊക്കെ ഭൂരിപക്ഷം കൂട്ടുന്ന സീറ്റുകളായിരിക്കും എന്ന വിലയിരുത്തലാണ് UDF ക്യാമ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മൃഗീയമായ ഭൂരിപക്ഷം നേടി ചരിത്രത്തിൽ ആദ്യമായി രണ്ടാം തവണയും പ്രതിപക്ഷ നിരയിൽ ഒതുങ്ങേണ്ടി വന്ന UDFന് മൃഗീയമായ ഭൂരിപക്ഷത്തോടെ സഭയിലേക്ക് വർദ്ധിത വീര്യത്തോടെ തിരികെ എത്താൻ കഴിയും. ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിൽ ഒരു പക്ഷേ 70-80 എന്ന നിലയിലോ 85 എന്ന നിലയിലോ ഒക്കെയാണോ? അപൂർവം ചില എക്സിറ്റ് പോളുകൾ മാത്രമാണ് അതിനും അപ്പുറത്ത് 90ന് മുകളിൽ ഒക്കെ പ്രവചിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം ഉണ്ടാകുന്നത് 100-നടുത്ത് വരെ എത്താം എന്നുള്ളതാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇപ്പോൾ ലക്ഷ്യ ക്യാമ്പിലൂടെ അവർ ലക്ഷ്യമിട്ടതും ഈ 100 എന്നുള്ളതാണ്, 3 അക്കം കടക്കുക എന്നതാണ്. ഒരു പക്ഷേ അതുപോലും സംഭവിച്ചേക്കാം എന്നൊരു ആത്മവിശ്വാസം ഒരു വിഭാഗമെങ്കിലും പുലർത്തുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നതെങ്കിലും അത് പ്രചാരണ രംഗത്ത് മാത്രമാണ് ഇഞ്ചോടിഞ്ച് എന്ന പ്രതീതി ഉണ്ടായത്. അതിനപ്പുറത്തേക്കൊരു സൈലന്റ് വേവ് UDFന് അനുകൂലമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് ഇങ്ങനെയൊരു വലിയ പ്രതീക്ഷയിലേക്ക്, അല്ലെങ്കിൽ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് പിറ്റേ ദിവസം കണക്കുകൂട്ടലുകളിലേക്കാണ് എല്ലാ മുന്നണികളും കടക്കുന്നത്. എത്ര വോട്ടുകൾ കിട്ടും, എത്ര സീറ്റുകൾ ഷുവറായി ജയിക്കും, ഈ കണക്കുകൂട്ടലുകളിലേക്കാണ്. പക്ഷേ കോൺഗ്രസിലും UDF ക്യാമ്പിലും സംഭവിച്ചത് ആ കണക്കുകൂട്ടലുകളായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ആരാകും മുഖ്യമന്ത്രി എന്നാണ്. അതായത് കോൺഗ്രസിന്റെ നേതാക്കളുടെ കോൺഫിഡൻസ് ലെവല് അത്രമാത്രം ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം 79-ന് മുകളിലേക്ക് എത്തി എന്ന കാര്യം കൂടി അറിഞ്ഞതോടെ അത് കൃത്യമായി തന്നെ UDFന് അനുകൂലമായ ഒരു സൈലന്റ് വേവിന്റെ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിൽ എന്ന ഒരു പൊതു വിലയിരുത്തലിലേക്ക് നേതൃത്വം അങ്ങനെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അത് UDFന് അനുകൂലമായ ഒരു വലിയ കാറ്റായി മാറും. ആ കാറ്റിൽ
വലിയ തരത്തിൽ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ 90-ന് മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് തിരികെ എത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലേക്ക് UDF ക്യാമ്പ് എത്തിയത് ഈ UDF നേതൃത്വത്തോട് കോൺഗ്രസ് നേതൃത്വത്തോട് അകലം പാലിച്ചിരുന്ന ക്രൈസ്തവ സഭകളും അതോടൊപ്പം മുസ്ലിം ന്യൂനപക്ഷങ്ങളുമൊക്കെ UDF പാളയത്തിലേക്ക് ചേക്കേറുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട ലാപ്പിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്ന ഒരു പൊതു വിലയിരുത്തലുണ്ട്. അവിടെയാണ് ഈ സൈലന്റ് വേവ് UDFന് അനുകൂലമായി റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് നേതൃത്വം എത്തി നിൽക്കുന്നതും. ശരി, അതായത് 2021 ഇടതുമുന്നണി ഏത് തരത്തിലുള്ള ഒരു പ്രകടനമാണോ നടത്തിയത് അതിന് സമാനമാകുന്ന തരത്തിലേക്ക് ഉള്ള തിരിച്ചുവരവ് അതാണ് UDF കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നതാണ് ആ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് VV അരുണും അതോടൊപ്പം തന്നെ ഡാൻ കുര്യനും പങ്കുവച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെണ്ണൽ എന്നത് അതിസങ്കീർണമായ ഒന്നാണ്. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ മുതൽ ന്യൂസ് 18-ൽ ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ തന്നെയായിരിക്കും ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. മറ്റ് ടെലിവിഷൻ ചാനലുകൾ പലപ്പോഴും പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്നതിന് വേണ്ടിയൊക്കെ കണക്കുകളിൽ വലിയ ഗിമ്മിക്സുകൾ കാണിക്കാറുണ്ട്. എങ്കിൽ ഞങ്ങൾ ഏറ്റവും സാങ്കേതികമായി ഞങ്ങൾ ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ 100% സത്യസന്ധത പുലർത്തിക്കൊണ്ടുള്ള വാർത്തയാണ് പ്രേക്ഷകരിലേക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.